വേണോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? വാപ്പച്ചി കഴിക്കുന്ന നോക്ക്. ഇതുണ്ടോ? നോക്കടാ. എന്താ നാരങ്ങ അങ്ങനെ ബിം 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 ബിം. വേണോ? പിടിക്ക്. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ടർക്കിഷ് ടീ ടൈം സ്നാക്സ് അല്ലെങ്കിൽ ഒരു സാലഡ് ഡിഷാണ്. ഇതിൻ്റെ പേര് മാജമിക് കൊഫ്തെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മാജമിക് കൊഫ്തെ. അപ്പോൾ ഈ മാജമിക് കൊഫ്തെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ഈ ടീ ടൈം ഉണ്ട്. ഇവിടെയുള്ള മിക്കവാറും കുടുംബങ്ങളിൽ ദിവസത്തിലൊരു സമയം ഒരു ടീ ടൈം ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ കുടുംബം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഫ്തയാണിത്, മാജമിക് കൊഫ്തെ. ഇത് വെജിറ്റേറിയൻ ഫുഡാണ്. ടർക്കിയിലെ ഏറ്റവും പ്രസിദ്ധമായ വെജിറ്റേറിയൻ കൊഫ്തകളൊന്നാണിത്. ഇതൊരു സാലഡ് പോലെ, ഇത് സാലഡിന് പകരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ കഴിയും. ഇത് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പീസ് ലെറ്റസ് എടുക്കുക. അതിനുശേഷം ഈ ലെറ്റസിനകത്ത് നമ്മൾ ഇതിൽ നിന്നൊരു പീസ് കൊഫ്ത വയ്ക്കുക. അതിനുശേഷം ഒരു പീസ് നാരങ്ങ ഇതിനോട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ ചുരുട്ടി വായിലോട്ട് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ഇത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് മുഖേന അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു ഫേസ്ബുക്കിലൊരു കൂട്ടായ്മ ഉണ്ട്, ലോക മലയാളി സർക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അതിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിവ്യൂകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ആൾക്കാരും ഞാൻ നന്ദി അറിയിക്കുന്നു ഈ വീഡിയോയിൽ കൂടി. ആദ്യം 2 ഗ്ലാസ് മാജമിക്, അതായത് ചുമന്ന പരിപ്പ്, നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്ത മാജമിക്ക് ഒരു പാത്രത്തിലോട്ട് പകരുക. അതിൽ 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് 20 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മാജമിക്കിനകത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് വീണ്ടും 15 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മാജമിക്ക് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വേവ് നോക്കുക. അതിനുശേഷം 1 ഗ്ലാസ് ബുൾഗുർ റൈസ് പകരുക. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സമോളിന അല്ലെങ്കിൽ റവ ഉപയോഗിച്ചാലും മതി. ഇനി തീ ഓഫ് ചെയ്യുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നല്ലതുപോലെ അടച്ച് ഒരു 10 മിനിറ്റ് നേരം വെക്കുക. ഇതുവരെ നമ്മൾ 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അത് ചൂടാകുമ്പോൾ അതിനകത്ത് 1/2 ഗ്ലാസ് ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിൽ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഉള്ളി മൂക്കുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാജമിക്കും സമോളിനയും ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം അതിൽ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതുവരെ നമ്മൾ 3.5 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അടുത്തതായി നമ്മൾ മൂപ്പിച്ചെടുത്ത ഉള്ളിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റും ചേർക്കുക. ഇതിനിവിടെ ടൊമാറ്റോ സൽച്ച അല്ലെങ്കിൽ ചില്ലി സൽച്ച എന്നാണ് പറയുന്നത്. നാട്ടിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർത്താൽ മതിയാവും. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കിക്കൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒരു 5 മിനിറ്റ് നേരം മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഫ്ത മിക്സിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ കഴിയും.
ഈ കൊഫ്ത ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഏറ്റവും കുറഞ്ഞൊരു 10 മിനിറ്റ് നേരം മിക്സ് ചെയ്യുക. ഇനി നമ്മൾ 2 നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി നമുക്ക് കുറച്ച് ഗ്രീൻ അണിയൻ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് പാഴ്സലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഗ്രീൻ ഓണിയനും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഫ്ത മിക്സിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട്. ഇപ്പോൾ ഇതുവരെ ഞാൻ ഏതാണ്ട് 15 മിനിറ്റ് നേരത്തോളം കൈകൊണ്ട് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കൊഫ്ത തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? സെർവ് ചെയ്യാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേക്കുക. അതിനുശേഷം ഈ ആകൃതിയിൽ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് വഴി അറിയിക്കേണ്ടതാണ്. പുതിയ ഒരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.